Now, we have spoken about all these possibilities of how ischemic heart disease can occur and the different complications resulting from ischemic heart disease if it is not corrected surgically. If it is not corrected, there is CABG ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഹാർട്ട് റപ്ചേഴ്സ്, ഹാർട്ട് ബ്ലോക്സ്, കാർഡിയക് അറിത്മിയാസ്, പിന്നെ കാർഡിയക് ഫെയിലിയേഴ്സ്, അൾട്ടിമേറ്റായിട്ട് കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയേഴ്സും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇഷ്കെമിക് ഹാർട്ട് ഡിസീസ്, ഒരു IHD വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സൈൻസ് ആണ് അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ദർ വിൽ ബി പെയിൻ. രണ്ട് തരം പെയിനാണ് ഉള്ളത്. വൺ ഈസ് അഞ്ചൈന പെക്ടോറിസ്. അഞ്ചൈന ചെസ്റ്റ് പെയിനെയാണ് അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. പെയിൻ ഇൻ ദി ചെസ്റ്റ്, പെക്ടറൽ റീജൻ. ആൻഡ് ഇതെന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ നമ്മുടെ സ്റ്റേണത്തിൻ്റെ നേരെ ബാക്കിലായിട്ട് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ ടൈറ്റ്നെസ് വിച്ച് സ്പ്രെഡ്സ് അക്രോസ് ദി ആൻറ്റീരിയർ ചെസ്റ്റ് വാൾ. ഓക്കെ, റിട്രോസ്റ്റേണൽ ആയിട്ടുള്ള ഒരു പെയിൻ വിച്ച് സ്പ്രെഡ്സ് അക്രോസ് ദി ആൻറ്റീരിയർ ചെസ്റ്റ് വാൾ ആൻഡ് അത് ഇറ്റ് ക്യാൻ ഈവൻ റേഡിയേറ്റ് ത്രൂ ടു ബോത്ത് ദി ആംസ്. ഏറ്റവും കോമൺ ആയിട്ട് ലെഫ്റ്റ് ആമിലോട്ടായിരിക്കും കൂടുതലും അത് റേഡിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് പേഷ്യൻസ് പറയുന്നത് കേൾക്കുന്നത്. എന്നാലും ബോത്ത് ആംസിലും ഇത് റേഡിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. നൗ ദിസ് നേച്ചർ ഓഫ് പെയിൻ, എന്ത് തരം പെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്തോ മുറുകുന്നതായിട്ട്, ദറ്റ് ഇസ് ടൈറ്റനിങ് ഓഫ് യുവർ ചെസ്റ്റ്. ഒരു 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 ബാൻഡ് അല്ലെങ്കിൽ ഒരു കയർ വെച്ച് ആരാണ്ടോ മുറുക്കുന്ന മാതിരി ഉള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത്. ദേ ആർ ഗെറ്റിംഗ് കൺജസ്റ്റഡ് വിതിൻ ദിയർ ചെസ്റ്റ്. ആൻഡ് ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഒരു ഫിസിക്കൽ എക്സേർഷൻ കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതലും ആ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്. റെസ്റ്റ് എടുക്കുമ്പോൾ അത് തിരിച്ച് നോർമൽസിയിലോട്ട്, അതായത് ആ പെയിൻ സബ്സൈഡ് ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ദി ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ വെൻ യു ആർ ഗിവിങ് എ ഫിസിക്കൽ എക്സേർഷൻ ദാറ്റ് കോസസ് ദീസ് സിംറ്റംസ്. ആൻഡ് ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ വരുമ്പം അല്ലെങ്കിൽ അക്യൂമുലേഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ് വരുമ്പം ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദി നെർവ് ഇൻ ആൻഡ് അറൗണ്ട് ദി ഹാർട്ട് or the മയോകാർഡിയം. ഇങ്ങനെ വരുമ്പോഴാണ് ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സ് കൂടിയിട്ട് ഉണ്ടാവുന്ന സിംറ്റമാണ് അറൗണ്ട് ദി ഹാർട്ട്, വിച്ച് ഇസ് ദി ടൈറ്റ് ഫീലിംഗ് വിതിൻ യുവർ thoracic cavity or your chest, which is the type of pain, angina pectoris. The second type of pain is the pain that is caused due to myocardial infarction. ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ അത് സെയിം ഇതേപോലത്തെ സിംറ്റം ആയിരിക്കും, പക്ഷേ നമ്മൾ ഫിസിക്കൽ എക്സേർഷൻ ചെയ്യുമ്പോൾ പെയിന് എന്നിട്ട് റെസ്റ്റിൽ നിൽക്കുന്ന പോലെ ഇത് നിൽക്കത്തില്ല. മയോകാർഡിയൽ ഇൻഫാക്ഷൻ സിവിയറിറ്റിയിൽ വരുമ്പം ഇറ്റ് ഈസ് എ മോർ സിവിയർ പെയിൻ ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അത് ഈ ഒരു ഡ്യൂറേഷനും അതിൻ്റെ സിവിയറിറ്റി ഇൻറ്റൻസിറ്റിയും കൂടുന്നതല്ലാതെ ദ സെയിം സിംറ്റം ആയിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. ടൈറ്റ്നസ് ഓഫ് ചെസ്റ്റ്, റിട്രോസ്റ്റേണലി സ്പ്രെഡിങ് അറൗണ്ട് യുവർ ചെസ്റ്റ് വാൾ, anterior to your chest wall and towards your both your arms or most probably towards the left arm. So ഇത് രണ്ട് തരം പെയിൻ പേഷ്യൻസ് പറയാനായിട്ട് സാധ്യത. The second symptom is dyspnea, that is breathlessness. ആ ശ്വാസം മുട്ടലുണ്ടാകുന്നത് വെൻ ഈ കാർഡിയാക് ഫെയിലിയേഴ്സ് ഒക്കെ വരാനുള്ള പൂളിംഗ് ഒക്കെ വരുമ്പം എക്സസ് ഓഫ് ബ്ലഡ് വിതിൻ യുവർ ലങ്സ് വരുമ്പം ആൽവിയോളസ് ആർ ഗെറ്റിംഗ് കംപ്രസ്ഡ് ആൻഡ് ഓക്സിജൻ കറക്റ്റായിട്ട് കയറാൻ പറ്റുന്നില്ല, ഒരു ശ്വാസം മുട്ടൽ പേഷ്യൻ്റ് പറയുന്നതായിട്ട് നമ്മുടെ അടുത്ത് നമുക്കത് കേൾക്കാൻ പറ്റും. ദാറ്റ് ഈസ് എക്സേർഷൻ വരുമ്പം ആദ്യം തുടക്കത്തിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് അവർക്ക് ബ്രെത്ത്ലെസ്നെസ് വരുന്നതെന്ന് പറയും. ആസ് ദ പൾമണറി എഡീമ ഓക്കേഴ്സ് ആൻഡ് ഇറ്റ് വിൽ സബ്സൈഡ് അറ്റ് റെസ്റ്റ്. പിന്നെ ഗ്രാജുവലി പൾമണറി എഡീമ കൂടുന്നതനുസരിച്ച് ഈ ബ്രെത്ത്ലെസ്നെസ് റെസ്റ്റ് ടൈമിലും കാണുന്നതായിട്ട് അവർ പറയും. പീപ്പിൾ വിത്ത് സിവിയർ മയോകാർഡിയൽ ഇഷ്കീമിയ കനോട്ട് ഈവൻ സ്ലീപ്പ് ഫ്ലാറ്റ്. അവർ കിടക്കുമ്പം ദ പൂളിംഗ് കാരണം ഓർത്തോപ്നിയ എന്ന് പറഞ്ഞ് ഉള്ള ഒരു കണ്ടീഷനിലോട്ട് അവർ വരും, വേർ
Even when they sleep flat, their abdominal organs push the diaphragm up, and this increases the effect of the edema and congestion in the lungs, and this will cause breathlessness due to anorexia of the tissue. That is, blood supply of the tissue is getting decreased. ടിഷ്യൂ ലെവലിലുള്ള ബ്ലഡ് സപ്ലൈ എന്തുവാ ഓക്സിജനേഷൻ കുറഞ്ഞിട്ട് ഡിസ്നിയ അവർക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം പൾമിനറി എഡീമ കൂടിയിട്ട് വരുമ്പോഴാണ് അവർക്ക് കിടക്കുമ്പോൾ പോലും ഓർത്തോപ്നിയ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുന്നത്. ദിസ് ഇസ് ദി സെക്കൻഡ് സിംറ്റം.